PVM പശ്ചിമേഷ്യയിൽ യുദ്ധം പടർന്നിരിക്കുകയാണല്ലോ. അത് GCCയെ പ്രത്യേകിച്ച് UAE എങ്ങനെയൊക്കെ ബാധിക്കും? ഇറാനുമായി ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം ഗൾഫ് രാഷ്ട്രങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്രവാസികൾ നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ ഇവിടെ ആരംഭിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. പ്രത്യേകിച്ച് UAE-യുടെ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ നിലപാടുകളൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അത് വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഒരു രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അവർ കാണിക്കുന്ന ആ ഒരു ദീർഘവീക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പാനിക്കാവേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഈ ഒരു കാര്യങ്ങളെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. പ്രവാസികളിൽ പലരും പരിഭ്രാന്തരാണ്. പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ, ഈ യുദ്ധം മുന്നോട്ട് പോയാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്നൊക്കെ. നിസാർ ശ്രദ്ധിച്ചിരുന്ന കഴിഞ്ഞ ദിവസമാണ് ടെലഗ്രാമിൻ്റെ CEO, അതിൻ്റെ സ്ഥാപകനായ പവൽ ഡ്രോവ് UAE സന്ദർശിച്ചത്. ഇവിടെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം നേരെ യൂറോപ്പിലേക്കാണ് പോണത്. അവിടെ എത്തിയിട്ട് അദ്ദേഹം യൂറോപ്പിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊരു ട്വീറ്റ് ചെയ്യേണ്ടായി. UAE യൂറോപ്പിനേക്കാൾ എത്രയോ സേഫായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിനുശേഷം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് എലോൺ മസ്ക് അടക്കം UAE-യുടെ ആ ഒരു UAE-യുടെ അന്തരീക്ഷത്തെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്യേണ്ടായി. ലോകം ഈ നാടിനെ കാണുന്നത് അങ്ങനെയാണ്. അത്രമാത്രം സേഫായിട്ട് ആളുകൾക്ക് ജീവിക്കാൻ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് UAE. പിന്നെ രണ്ടാമത്തത്, ഒരു ഭാഗത്ത് യുദ്ധം കൊടുമ്പരി കൊള്ളുന്നു, നമ്മൾ പല ആൾക്കാരും ചർച്ച ചെയ്യുന്നു. അതേ സമയത്താണ് UAE-യുടെ ഭരണാധികാരി, UAE-യുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ദുബായിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ, ഇവരൊക്കെ കൂടി ദുബായ് മാളിലേക്ക് വരുന്നതും ആളുകളെ കാണുന്നതും ആളുകളെ വിഷ് ചെയ്യുന്നതും എന്ത് മനോഹരമായ ഒരു വീഡിയോസാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു ഒരു ഗാനക്കാരനോടൊക്കെ ഷെയ്ഖ് മുഹമ്മദ് സംസാരിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടു. പരിഭ്രാന്തരായി നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കോൺഫിഡൻസ് എന്താ ഉള്ളത്? അത് ഈ നാടില്ലാതെ വേറെ ആരെ കൊടുക്കുക? ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ സംസാരിക്കാനും അങ്ങനെ ബന്ധപ്പെടാനും അവരുടെ കൂടെ നിൽക്കാനും പറ്റുന്ന ഭരണാധികാരികളാണ് ഈ നാട്ടിനുള്ളത്. 2008 ക്രൈസിസ് എത്ര പെട്ടെന്നാണ് UAE അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് വന്നത്. കോവിഡ് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ സമയമല്ലേ, ഫ്ലൈറ്റ് ഇല്ലാതായി, എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും എല്ലാം നിലച്ചു. അവിടെ നിന്ന് ദുബായ് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ബിസിനസ്സുകാർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്ത കോൺഫിഡൻസ് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ ഒരു നാട്ടിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുപോലെ വളരെ പെട്ടെന്ന് ഈ നാട് ഇതിനൊക്കെ സർവൈവ് ചെയ്തു വന്നല്ലോ. അതേപോലെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ടതോ ഒരുപാട് പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം ഇതിൽ വരില്ല. തീർച്ചയായും ഇത് സർവൈവ് ചെയ്യാനും ഇതിനെ നേരിടാനുമുള്ള സംവിധാനം ഈ നാട്ടിന്. എത്രയോ കാലങ്ങളായി മലയാളികൾ UAE-യിൽ ബിസിനസ് നടത്തുന്നു, ജോലി ചെയ്യുന്നു. ഭൂരിഭാഗം മലയാളികളും പച്ചപിടിച്ചത് UAE-യിൽ നിന്നാണ്. ആലങ്കാരികമായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്ത്യ നമ്മുടെ പെറ്റമ്മയാണെങ്കിൽ UAE നമ്മുടെ പോറ്റമ്മയാണെന്ന്. പശ്ചിമേഷ്യയിൽ നിലവിലുള്ള ഈ ക്രൈസിസ് ഇവിടുത്തെ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കും? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ പ്രധാനമായും ഫേക്ക് ന്യൂസുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അനാവശ്യമായി AI വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണല്ലോ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അനാവശ്യമായി ഈ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൽ ആസ്വാദനം കണ്ടെത്തി പ്രചരിപ്പിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു രാജ്യമാണ് UAE. അതിൻ്റെ കാരണം ഇതൊരു കുമിളയിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു സംഭവം എന്നല്ല. വളരെ കൃത്യമായ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണിത്. അതോടൊപ്പം ഇവിടെ ഒരു ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല ഇവിടെ ഉള്ളത്. ഒരു ഇന്ധനം അല്ലെങ്കിൽ എണ്ണയിലും ഒന്നും മാത്രമായിട്ടുള്ളൊരു രാജ്യമല്ല. ഇവിടെയുള്ള വരുമാനം ട്രേഡ്, ലോജിസ്റ്റിക്, അതുപോലെ തന്നെ ഫൈനാൻസ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ബിസിനസ്സിനുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ മീഡിയ ബ്രീഫ് പോലും വന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളെവിടെയുള്ളത്. പക്ഷെ അതിനെ സർവൈവ് ചെയ്യാനും അതിനെ വളരെ കൃത്യമായി കാണാനും പറ്റുന്ന ഒരു ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനം. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രശ്നങ്ങളും കാലുഷ്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് സംസാരിച്ച് അതിനെ ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും
ഒരു കാരണവശാലും നമ്മുടെ ഇവിടെയുള്ള ബിസിനസ്സുകാരെ ഒരു പൂർണ്ണമായും ബാധിക്കും എന്ന് ചിന്തിക്കുന്നതിന് അടിസ്ഥാനമില്ല. നിസ്സാരം ഒന്ന് ആലോചിച്ചാൽ മതി. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതോ നമ്മളിങ്ങനൊരു ചർച്ച ചെയ്തതോ പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളെയും മറപ്പിക്കുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു ദിവസത്തിലേക്ക് ഇതിനെ മാറ്റാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വളരെ ചെറിയൊരു ടൈം മതി. അതാണ് ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് സിറ്റുവേഷനെയും സർവൈവ് ചെയ്യാനും അതിനെ മാറ്റിമറിക്കാനും അത് ഇല്ലാത്തതുപോലെ തന്നെ പുതിയൊരു ദിവസത്തെ കൊണ്ടുവരാനും പറ്റുന്ന ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ബിസിനസ് ആയാലും നമ്മുടെ ജോബായാലും നമ്മുടെ ദൈനംദിന ചര്യയായാലും ഇവിടെ മുമ്പ് എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതോടൊപ്പം ലൈഫിലൊരു സൂക്ഷ്മതയും കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സംഭവം നടക്കുന്നുണ്ട്, അതിനെ സൂക്ഷിക്കുക. ആ ഒരു സൂക്ഷ്മത നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് ജനൽപ്പാളികളുടെ അടുക്കലേക്ക് ബാൽക്കണിയിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ തുറന്നിട്ട സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്നതൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. ഗവൺമെൻറ് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജീവിക്കുക. ഇത്രമാത്രം ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ.